Hello everyone, welcome to my new YouTube channel, Maple Mallu Vlogs. അങ്ങനെ എൻ്റെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഞാൻ മരിയ, ഞാനിവിടെ കാനഡയിലാണ്. So this channel is gonna be with some travel vlogs, some food vlogs and some joyful memories. So എൻ്റെ ഫസ്റ്റ് travel vlog is from Toronto to Montreal, Quebec ആണ്. ഞാനിപ്പോൾ ഉള്ളത് ഓട്ട്വേയിലാണ്, which is like 400 kilometers from Toronto. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തി, ഹോട്ടലിൽ സ്റ്റേ ചെയ്തു. ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി മോൺട്രിയലിലേക്ക് പോവുകയാണ്, വിച്ച് ഇസ് അഗെയിൻ 200 kilometers ഫ്രം ഹിയർ. സോ ബാക്കി വിശേഷങ്ങളൊക്കെ മോൺട്രിയലിൽ ചെന്നിട്ട് കാണാം. നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് ആരംഭിക്കാം. ലെറ്റ്സ് ബിഗിൻ. ജൂൺ മുതൽ സെപ്റ്റംബർ മാസങ്ങൾ വരെയാണ് ഇവിടുത്തെ പ്രോപ്പർ സമ്മർ ടൈം. ആ ടൈമിൽ എല്ലാവരും മാക്സിമം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. ഞാൻ കാനഡയിൽ വന്നിട്ട് കുറേ യാത്രകൾ പോയിട്ടുണ്ടെങ്കിലും ഇത്രയും ലോങ് ട്രിപ്പ് പോകുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എനിക്കുണ്ട് കേട്ടോ. എന്തായാലും ഇന്നലെ ഞങ്ങൾ ഓട്ട്വേയിൽ സ്റ്റേ ചെയ്യാനെടുത്ത ഡിസിഷൻ വളരെ നന്നായി. അതിരാവിലെ അവിടെ നിന്ന് പുറപ്പെട്ടിരുന്നെങ്കിൽ ഞങ്ങൾ വളരെ ടയേർഡായേനെ. ഇപ്പോൾ ഞങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടാണ് മോൺട്രിയൽ കാഴ്ചകൾ കാണാൻ പോകുന്നത്. ഈ ഞങ്ങളെന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ കസിൻ ബ്രദറും വൈഫുമാണ് കൂടെ ഉള്ളത്. ഞങ്ങൾ ആദ്യം പോകുന്നത് നോട്രഡാം ബസിലിക്കയിലേക്കാണ്. ഓൾഡ് മോൺട്രിയലിലാണ് നോട്രഡാം ബസിലിക്ക. ഇവിടെ വരുന്ന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പാർക്കിംഗ്. ഞങ്ങളും കുറച്ചധികം കഷ്ടപ്പെട്ടു. കാര്യം ഇവിടെ കുറേ പാർക്കിംഗ് സ്ലോട്ടൊക്കെ ഉണ്ടെങ്കിലും വീക്കെൻഡ്സിലെ നല്ല തിരക്ക് കാരണം പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവസാനം ഞങ്ങളൊരു പാർക്കിംഗ് സ്ലോട്ട് കണ്ടുപിടിച്ചു. ഇവിടെ എല്ലായിടത്തും പാർക്കിംഗ് ഫീ കൊടുക്കണം കേട്ടോ. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിടത്ത് നിന്ന് ഒരു 800 മീറ്റർ നടന്ന് ഞങ്ങൾ നോട്രഡാം ബസിലിക്കയുടെ ഫ്രണ്ടിലെത്തി. അവിടെ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഞങ്ങൾ അതൊക്കെ നന്നായി എൻജോയ് ചെയ്ത് നോട്രഡാം ബസിലിക്കയുടെ അകത്തേക്ക് കയറി. നോട്രഡാം ബസിലിക്കയിൽ എൻട്രി ഫീ ഇല്ലെന്നാണ് ഞങ്ങൾ ആദ്യം കരുതിയത്. പക്ഷേ $16 പെർ ഹെഡ് ആണ് അവിടുത്തെ എൻട്രി ഫീ. നോട്രഡാം ബസിലിക്ക മോൺട്രിയലിലെ ഏറ്റവും പ്രശസ്തമായ ആകർഷണങ്ങളിൽ ഒന്നാണ്. ഈ പള്ളി ഗോത്തിക് റിവൈവൽ സ്റ്റൈലിലാണ് പണി കഴിച്ചിരിക്കുന്നത്. 1824 തുടങ്ങി 1829 ഇതിന്റെ കൺസ്ട്രക്ഷൻ പൂർത്തിയായത്. ഇറ്റ് ഹാസ് അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ് ഇന്റീരിയർ വിത്ത് വൈബ്രന്റ് കളേഴ്സ് ആൻഡ് ഗ്രാൻഡ് ആൾട്ടർ. ഈ പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു ഡിവൈൻ ഫീലിംഗ് ആണ്. It was really a spiritually uplifting experience. അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ച് ഞങ്ങൾ ഓൾഡ് മോൺട്രിയൽ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഓൾഡ് മോൺട്രിയൽ എന്നത് മോൺട്രിയലിലെ അതിപുരാതന ഭാഗമാണ്. 1600 മുമ്പ് തുടങ്ങിയ സ്ഥലം എന്നാണ് പറയപ്പെടുന്നത്. This area is famous for its beautifully preserved historic buildings, lively street performance and cute cafes. അവിടെ തന്നെയാണ് ഓൾഡ് പോർട്ട്. ഓൾഡ് പോർട്ടിൽ നടന്ന് സഞ്ചരിക്കാവുന്ന പാത്ത് വേസും പിന്നെ ഫെറി വീൽ, സിപ്പ് ലൈൻ, ബോട്ടിംഗ് പോലുള്ള അട്രാക്ഷൻസും ഉണ്ട്. കുട്ടികൾക്കുള്ള സമ്മർ ആക്ടിവിറ്റീസും അവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ പല ഇവൻറ്റ്സും അവിടെ നടക്കാറുണ്ട്. സർക്യൂ ഡേ സോലയുടെ ഒരു പെർഫോമൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കയറി കണ്ടില്ല, അതിനുള്ള ടൈം നമുക്കില്ലായിരുന്നു. ഇവിടുത്തെ ഫുഡ് ട്രക്സും സ്ട്രീറ്റ് കഫേസും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഞങ്ങൾ പോയത് മോൺട്രിയൽ ബയോഡോമിലേക്കാണ്.
മോൺട്രിയൽ ഒളിമ്പിക് സ്റ്റേഡിയം, പ്ലാനറ്റോറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, ബയോഡോം എല്ലാം ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. സമയപരിമിതി കാരണം ഞങ്ങൾ ബയോഡോമിൽ മാത്രമേ കയറിയുള്ളൂ. $23.75 പെർ ഹെഡ് ആണ് ബയോഡോമിലെ ടിക്കറ്റ് ചാർജ്. ഇതൊരു യുണീക്ക് ഇൻഡോർ നേച്ചർ മ്യൂസിയം ആണ്. ഇവിടെ 5 ഡിഫറെൻറ്റ് എക്കോ സിസ്റ്റംസ് കാണാൻ കഴിയും. മങ്കീസ്, ബേർഡ്സ്, അക്വാറ്റിക് ആനിമൽസ്, റെപ്റ്റൈൽസ്, അങ്ങനെ പല പല വെറൈറ്റി സ്പീഷീസ് ഇവിടെ ഉണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊരു വെതറാണ് ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിലേക്ക് കയറിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. മറ്റ് എക്കോസിസ്റ്റത്തിൽ നിന്നും ഡിഫറെൻ്റ് ആണ് സബ് പോളാർ റീജിയൻ. സബ് പോളാർ റീജിയൻസ് പെൻഗ്വിൻസിന് വേണ്ടിയുള്ള എക്കോസിസ്റ്റമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പെൻഗ്വിൻസിനെ നേരിട്ട് കാണുന്നത്. കാണാൻ വളരെ ക്യൂട്ടാണ്. ഈ ബ്ലാക്കും വൈറ്റും കളറൊക്കെ ആയിട്ട് അവരിങ്ങനെ ഐസിൽ കൂടി നടക്കുന്നതും വെള്ളത്തിൽ ഫാസ്റ്റായിട്ട് സ്വിം ചെയ്യുന്നതും ഒക്കെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. എന്തായാലും ബയോഡോം വർത്തായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇവിടെ നിന്ന് ഞങ്ങൾ വേഗം ഒന്ന് ഓടിപ്പോയി കണ്ട സ്ഥലമാണ് ഈ ബയോസ്ഫിയർ. 6 മണിക്ക് ബയോസ്ഫിയർ ക്ലോസ് ചെയ്യും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 6 മണി ആവാറായിരുന്നു. സോ ഞങ്ങൾ പുറത്ത് നിന്നാണ് ഈ ബയോസ്ഫിയർ കണ്ടത്. ബയോസ്ഫിയർ ഒരു എൻവയോൺമെൻറ്റ് മ്യൂസിയം ആണ്. ഇവിടെ ഫണ്ണും ഇൻട്രാക്റ്റീവുമായ പല എക്സിബിഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ മോൺട്രിയൽ ട്രിപ്പിൽ വാവ് ഫീലിംഗ് കൊണ്ടുവന്ന ഒരു ചർച്ചാണ് കേട്ടോ സെയിൻറ്റ് ജോസഫ് ഒറേറ്ററി. കാനഡയിലെ ലാർജസ്റ്റ് കാത്തലിക് ചർച്ചാണ് സെയിൻറ്റ് ജോസഫ് ഒറേറ്ററി. അപ്രോക്സിമേറ്റ്ലി 61 ഇയേഴ്സ് എടുത്താണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. അതിൻ്റെ ഭംഗി അവിടെ കാണാനുണ്ട് കേട്ടോ. ഇവിടെ എൻട്രി ഫീയോ പാർക്കിംഗ് ഫീയോ ഒന്നുമില്ല. നോട്ട്രിഡാം ബെസിലിക്കയേക്കാളും എനിക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവായി തോന്നിയത് സെയിൻറ്റ് ജോസഫ് ഒറേറ്ററിയാണ്. അത് ചിലപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കാരണം കൊണ്ട് കൂടിയായിരിക്കും. നല്ല ഹൈറ്റിലാണ് പള്ളി ഇരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ ഗോൾഡൻ അവറിലാണ് അവിടെ എത്തിയത്. സൺസെറ്റ് കാണാനായി കുറേ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും കുറേ നേരം അവിടെ ഇരുന്നു. നേച്ചറും ഭക്തിയും ആർക്കിടെക്റ്റും എല്ലാം ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുന്ന പോലെ. ഓൾ ഇൻ വൺ അൺഫോർഗെറ്റബിൾ സ്പോട്ട്. മോൺട്രിയലിലെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നു. ഹോളിഡേ ഇന്നിലാണ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തത്. സോ ഞങ്ങൾ വേഗം വന്ന് ഹോട്ടലിൽ ചെന്ന് ചെക്ക് ഇൻ ചെയ്ത് ഫ്രഷായി ബാക്കി കാഴ്ചകൾ കാണാൻ ഇറങ്ങി. മോൺട്രിയലിൽ പോകുമ്പോൾ ഒരിക്കലും മിസ്സാക്കരുതെന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഞങ്ങൾ അടുത്തത് പോകുന്നത്. ഫുൾ മോൺട്രിയൽ സിറ്റി വ്യൂ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ട്, മൗണ്ട് റോയൽ ഹിൽ. നൈറ്റ് വ്യൂവിനും ഡേ വ്യൂവിനും അതിൻ്റേതായ ഭംഗിയുള്ള ഒരു സ്ഥലം. ഒരു ഹൈക്കിംഗ് പോലെ നടന്നും കയറാം, അല്ലെങ്കിൽ കാർ കൊണ്ടും പോവാം. അവിടെ കാർ പാർക്കിംഗ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിൽ കൂടെ കുറച്ച് നേരമൊക്കെ നടന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എന്തായാലും മൗണ്ട് റോയൽ ഹില്ല് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അങ്ങനെ മൗണ്ട് റോയലിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ടൈം ഓൾമോസ്റ്റ് 12 AM ആയി. നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഗൂഗിൾ റിവ്യൂസൊക്കെ നോക്കി ഒരു സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി. ബട്ട് ഇത്രയും തിരക്ക് ഞങ്ങൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് 24 hours ഓപ്പൺ ആണ്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങളൊരു പുട്ടിങ് കഴിക്കാൻ കയറി. അടിപൊളി ഫുഡായിരുന്നു. ഇറ്റ് വാസ് സോ ഗുഡ്. ഒരു രക്ഷയില്ലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ മോൺട്രിയൽ യാത്ര ഇത്രയേ ഉള്ളൂ. ക്യൂബിക് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.